തൊട്ട കാശാ. ഈ പ്ലംബിംഗുകാര് തൊട്ട് കഴിഞ്ഞാണ്ടില്ല അത് കാശാണ്. ശരിയാണ്. ഇതേപോലെ ആവശ്യമുള്ള സിറ്റുവേഷനിൽ ഇങ്ങനെ കൈയിട്ടിട്ട് തുറണ്ടി വരും. ഏഹ് അത് നല്ല സ്വർണ്ണക്കട്ടിയുമൊക്കെ തുറന്ന അപ്പൊ കാശ് കൊടുക്കേണ്ടി വരില്ലേ? അതെ, ഈ പല ആൾക്കാരും പറയുന്നുണ്ട് പ്ലംബിങ് ഇലക്ട്രീഷ്യൻ അവർക്കൊക്കെ തൊട്ട് കഴിഞ്ഞ കാശാണ്. ഇല്ലാന്ന് പറയണില്ല, തൊട്ട് കഴിഞ്ഞ കാശ് തന്നെയാണ്. അതിൻ്റെതായ പണിയുണ്ട്. ഈ പറഞ്ഞ പോലെ ഈ പ്ലംബിങ് എന്നുള്ള ഒരു ജോലിയിൽ എനിക്ക് മനസ്സിലായതുകൊണ്ട് ഈ അഴിയേ ആൾ അറപ്പ് എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, അത് ആ പണിയിലുണ്ടെങ്കിൽ നടപടിയില്ല. കാരണം ഒരുപാട് സെപ്റ്റി ടാങ്കുകളുടെ പൈപ്പ് നമ്മുടെ യൂറോപ്യൻ നമ്മുടെ ക്ലോസറ്റിൽ നിന്ന് തന്നെ പൈപ്പുകൾ അതിൽ പല ബ്ലോക്കും ഉണ്ടാവും, അത് ക്ലീൻ ചെയ്യേണ്ടി വരും. ഉം. ഈ ഇലക്ട്രീഷ്യൻ ആണെങ്കിലോ പേടി എന്നുള്ളൊരു സാധനം പല സിറ്റുവേഷനിലും പല കറണ്ടും ഓഫ് ചെയ്യാണ്ട് പിടിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഒക്കെ വരും. അവിടെയും പേടി എന്നുള്ള സാധനം. അപ്പൊ തൊട്ട് കഴിഞ്ഞ കാശ്. കാരണം ഇലക്ട്രീഷ്യൻ പണി എന്ന് പറഞ്ഞ മരണത്തോടുള്ള പോരാട്ടമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഈ പ്ലംബിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപ്പ് വെറുപ്പ് ആ സാധനമൊക്കെ വെച്ചുകൊണ്ട് ഉളുപ്പൊക്കെ വെച്ചുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിപാടി നടക്കില്ല. അപ്പൊ ഇതേപോലുള്ള സിറ്റുവേഷനിൽ ഇതേപോലുള്ള സാഹചര്യങ്ങൾ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെതായ പ്രഷർ എടുക്കും. അപ്പൊ അതിൻ്റെതായ കാശ് മേടിക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പറയരുത് തൊട്ട കാശാണെന്ന്. തൊടുന്നത് സ്വർണ്ണക്കട്ടിമൊക്കെ ആണെങ്കിലും തൊട്ട കാശ് ഇനി പറയരുത്. ഇതൊക്കെയാണ് അവസ്ഥ.